അതന്നെ ഞാനും ഓർത്തു. താരാദാസിന്റെ കോട്ട് കൊടുത്തു. ജാക്കിന്റെ കോട്ടും കൂളിംഗ് ഗ്ലാസ് കൊടുത്തു. കോട്ടും കൂളിംഗ് ഗ്ലാസും വേഗം കൊണ്ട. അസോസിയേഷന്റെ പരിപാടിക്ക് ഞാൻ മമ്മൂട്ടിനെ ചെയ്ത് ഷൈൻ ചെയ്യുന്ന കണ്ടിട്ട് നീ കോട്ട് ഏടി ഒളിപ്പിച്ച ശ്യാമള നീ കളിക്കാൻ നീ കോട്ടുണ്ടോ? അല്ല, അസോസിയേഷൻ പരിപാടിക്ക് ഞാൻ എന്താ ചെയ്യുന്നില്ല? നീ കോട്ടും കൂളിംഗ് ഗ്ലാസ് ഒളിപ്പിച്ച് വെക്കുന്നത് ഞാൻ പെർഫോം ചെയ്യുന്നുണ്ടല്ലേ? ഈശ്വരാ, ഇതിന്ന് പൊന്നേരം പോലെ തുടങ്ങിയല്ല. എന്തെന്നായത്? ശ്യാമള, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിന്റെ കോട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് നിന്റെ മോഹൻലാൽ ഒരു സാധനം വേണ്ട. നീ മമ്മൂട്ടിന്റെ കോട്ട് തരുന്നുണ്ടോ? എന്റെ രാജാ, നിങ്ങ വന്നാട്ടെ. ഇന്ന് പൊന്നേരം മുതൽ ഇവിടെ തുടങ്ങിയനാട്ടി ഏതെങ്കിലും ഒന്നേ ബാക്കി ഉണ്ടാവില്ല. എന്തിനാക്കാൻ പറ്റി? മമ്മൂട്ടി വരുമ്പോ കയ്യിൽ മൊത്തം വരുമോ? അതെ, മമ്മൂട്ടി. ഈ മമ്മൂട്ടിന്റെ പേരിലാണ്ട് എന്താ അറിയാം? ആമവാദത്തിന്റെ മോഹൻലാൽ ഇങ്ങനെ ചെരിഞ്ഞിട്ട് മറ്റേ ഒരു സൈഡ് പഞ്ചറായിട്ട് വണ്ടി ഇങ്ങനെ പോലെ. കിരീടം, ചെങ്കോല്, കിലുക്കം, മിന്നാരം, എന്തിന് 6-ാം തമ്പുരാൻ, നരസിംഹം കണ്ടിനാ? ആദ്യത്തെ എടുത്തിട്ട് ശരിയാവാത്തോണ്ട് 2, 3, 4, 5 എടുത്ത് ഒന്നും ശരിയായിട്ടില്ല. എല്ലാരും പറയുന്നു കഥ പറയുമ്പോൾ ആ ഡയലോഗ് പ്രസന്റേഷൻ. ചോറ്റ് പാത്രത്ത് ഞാൻ ചോറും വാരി തന്നിട്ട് കണ്ടുവന്നിട്ട് പോകുമ്പോൾ മമ്മൂട്ടിന്റെ സാധനം. അത്രക്ക് ഗതികെട്ടവനാണ് മമ്മൂട്ടി. അഭിനയിക്കാൻ പഠിക്കണം, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പോയപ്പോഴാ. എന്താ അറിയില്ലേ? ഒന്നിക്ക് അഭിനയിക്കാൻ അറിയണം, ഇല്ലെങ്കിൽ അടികൂടാൻ അറിയണം, ഇല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയണം, ഇല്ലേ ഡാൻസ്, ഇല്ല ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കാണണം. നീ അധികം പറയണ്ട. നീ എന്റെ താരാദാസിന്റെ കൂട്ട് വന്നില്ല, എന്റെ സ്വഭാവം മാറും. നിന്റെ മോഹൻലാലിനെ പോലെയല്ല മമ്മൂട്ടി. നരസിംഹം കണ്ടില്ല? ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ മാലിൽ ഇങ്ങനെ ഇട്ട് കാണണം. കണ്ടി നല്ല മാട വിജയം കണ്ടില്ല? കണ്ടിന് നമ്മൾ ഇത് കണ്ടില്ല? നീ ഒന്നും പറയണ്ട. നീ താരാദാസിന്റെ കൂട്ട് വന്നില്ലെങ്കിൽ പലതും നടക്കും. നീലാണ്ടന്റെ ഒറ്റ വിളിമതി. നീ മമ്മൂട്ടിനെ പറ്റി അധികം വർത്താനം പറഞ്ഞെങ്കിൽ എന്റെ വീടും സ്ഥലവും ഞാൻ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പേരിൽ ഞാൻ എഴുതി കൊടുക്കും. സ്ഥലം എന്റെ പേരിലാണ്, എനക്കും അറിയാം എഴുതി കൊടുക്കാം. ഞാൻ വീട് എഴുതി കൊടുക്കും. ഞാൻ സ്ഥലം എഴുതി കൊടുക്കും. എന്റെ ഫാൻസ് അസോസിയേഷന്, എന്റെ മോഹൻലാലിന്റെ ഫാൻസ്. മമ്മൂട്ടി ആയിട്ട് പെർഫോം ചെയ്യുന്ന സമയം നീ അധികം കളിക്കൽ. നീ കോട്ട് ചെയ്യുന്നുണ്ടല്ലോ മോഹൻലാലുമായിട്ട് പെർഫോം ചെയ്യുന്ന മോഹൻലാൽ. ഞാൻ പറയും ചെയ്യേണ്ടത് ഇടുന്നത്. അമ്മാവാ, അസോസിയേഷന്റെ പരിപാടിക്ക് മമ്മൂട്ടി വരുന്നുണ്ട്. ഇവിടെ എന്റെ കോട്ടും കൂളി ഗ്ലാസ് എല്ലാം മോഹൻലാലിനെ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെടായിട്ട് എന്നെ പൊളിച്ചെടുക്കാൻ നോക്കിയിരുന്നു. ഈ അസോസിയേഷനെ മറ്റേതുണ്ടല്ലോ, നിങ്ങൾ തമ്മത്തന്നെ അടിയായിട്ട് ജാവലാകും. ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ ഒരു വലിയൊരു ഒപ്പരം കണ്ടാലും അവരൊരാൾ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുക്കും. അതുമായി തന്നെ രാഷ്ട്രീയക്കാർ ഭരണപക്ഷായാലും പ്രതിപക്ഷമായാലും അവരെ സ്റ്റേജിൽ വരുമ്പോൾ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കും. അതിനായി നമ്മളോ അപ്പുറം അടിയും ഏമായത്തിന്റെ ജാതിന്റെയും മതത്തിന്റെയും പേര് അത് ഞങ്ങൾ ഇവിടുന്ന് അടി ചെയ്യും. പക്ഷെ അവര് വളരെ കെട്ടിപ്പിടിക്കണം മുത്തം കൊടുക്കുന്നതാണ് സംഭവം. എനിക്ക് മനസ്സിലായ എനിക്ക് എത്ര വയസ്സാണ്. നമ്മള് ഫാൻസുകാർ തമ്മിൽ ഇങ്ങനെ അടിപിടി വിടേണ്ട ആവശ്യമില്ല. എന്തിനാ സ്നേഹത്തോടെ പോവാണ്? എനിക്ക് മനസ്സിലായ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് തന്നെ വന്നിട്ട് ഇനിയും മര്യാദക്ക് ജീവിക്കുന്നു. ഇനി മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെയും പേര് പറഞ്ഞ് അങ്ങനെ വെച്ചാൽ ഡിസംബർ എന്റെ ഈശ്വരാ, ഇതെടുക്കാൻ വന്നവരെ എത്ര പറ്റുന്ന പറഞ്ഞ ഭാഗത്തിലായാലായിട്ട് തനതന്തിര തന്തിന താനേ തനതന്തിര താനേ തനതന്തിര തന്തിന താനേ തനതന്തിന താനേ സരി മരി മരി തനി സരി മപദ പദനി നിസാദനി ധനി ദപ തനി നി പദ മപ മരി മരി സരി മപ നി മപ നിരിസ